नमस्ते बच्चों, सब कैसे हो? सब ठीक है ना? तो आज की क्लास की ओर चलती हूँ। आज हम एक पिछले क्लास में हम एक टिप्पणी पढ़ा है, टिप्पणी शुरू किया. ഓക്കെ, ബാക്കി നമുക്ക് ഇന്ന് പഠിക്കണം അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ കുറിപ്പ് പഠിച്ചിരുന്നു. ഒരു കവിതയെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പിൻ്റെ 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ബാക്കിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം कौन सा कविता का नाम क्या था? हताशा से एक व्यक्ति बैठ गया था. उस कविता का रचयिता विनोद कुमार शुक्ल है और इस कविता पर आधारित टिप्पणी नरेश सक्सेना लिखा गया है. तो यहाँ उस टिप्पणी दिया गया है तुम्हारा टेक्स्ट में. तो 2 पैराग्राफ हम पढ़ चुका है और बाकी पढ़ना चाहिए. तो देखो, पहले से देखो, आगे तो वाक्य. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. അപ്പോൾ നമ്മൾ പറഞ്ഞു, കവി എന്താണ്? വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഭാഷാ സൗന്ദര്യവും അതുപോലെ ഭാഷാ സൗന്ദര്യവും ശില്പ സൗന്ദര്യവും എല്ലാം ചെയ്തിട്ടുണ്ട്, കവിതയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി കവിത എന്താണ്? കവിത വളരെ സരളമായിട്ടുള്ള ശബ്ദങ്ങളിലാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അത് മുഴുനീളം സരളമായിട്ടുള്ള ശബ്ദങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു വിവരണത്തിന് പോലും സാധ്യതയില്ല. ഇത് നമുക്ക് സ്വയം തന്നെ നോക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്നാണ് ഇവിടെ ഈ ആസ്വാദകൻ, അതായത് നരേഷ് സക്സേന പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ്, 3ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानते कि हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं, जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि वह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. तो देखो, व्यक्ति को मैं नहीं जानता था, വ്യക്തിയെ ഞാൻ എനിക്കറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, എന്നാൽ എനിക്ക് അയാളുടെ നിരാശയെ അറിയാമായിരുന്നു. വ്യക്തിയെ ഞാൻ അറിയുന്നില്ല, പക്ഷെ ഞാൻ അയാളുടെ നിരാശയെ അറിയുന്നുണ്ട്. कहते ही वे जानते कि हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. ഇവിടെ അദ്ദേഹം പറയുന്നു, ഈ കവി പറയുന്നത് അറിയുന്നുണ്ട്, ജാൻതേ ഞാൻ അറിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിയൽ എന്ന് പറയുന്ന ആ ഒരു രീതിയെ പൊട്ടിച്ചെറിയുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നു എനിക്ക് ആ വ്യക്തിയെ അറിയാം, പക്ഷേ എനിക്ക് ആ വ്യക്തിയുടെ നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ നിരാശയൊന്നും ഞാൻ അറിയുന്നില്ല. എനിക്ക് അയാളെ അറിയാം, അത്രയേ ഉള്ളൂ. അതൊരു പരമ്പരാഗതമായ പറച്ചിലാണ്. എനിക്ക് അയാളെ അറിയാം, എനിക്ക് ഈ കുട്ടിയെ അറിയാം, എനിക്ക് ആ അധ്യാപകനെ അറിയാം എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ പറച്ചിൽ മാത്രമാണ്. അതിനെയെല്ലാം പൊട്ടിച്ചെറിയുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. കവി ഇവിടെ പറയുന്നത് എനിക്ക് ആ വ്യക്തിയെ അറിയില്ല, പക്ഷെ എനിക്ക് അയാളുടെ നിരാശയെ അറിയാം. അപ്പം എനിക്ക് ആ വ്യക്തിയല്ല, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സംഘർഷങ്ങളെയാണ് ഞാൻ അറിയുന്നത്. അവിടെയാണ് അറിയൽ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താകുന്നത്. നമ്മൾ പറയുന്ന അറിയലൊന്നും ഒരു അർത്ഥമുള്ള അറിയലല്ല. നമുക്ക് അവരെ അറിയില്ല ശരിക്കും. നമുക്ക് എന്തറിയാം? അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അല്ലേ? तो यहाँ कवि भी ये बात जानते हैं कि कवि हमसे बताते हैं कि व्यक्ति को मैं नहीं जानता था, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, അയാളുടെ നിരാശയെ ഞാൻ അറിയുമായിരുന്നു. कहते ही वे जानते कि हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. അപ്പം അദ്ദേഹം നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ പറയുന്ന അറിയാം എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഇവിടെ പൊട്ടിച്ചെറിയുകയാണ് ചെയ്യുന്നത്. जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है.
അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ എന്താണ്, പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ആ വ്യക്തിയെ അറിയാമെന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജാതി, മതം, വയസ്സ്, അയാളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, അഡ്രസ്സ്, പേര്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ വ്യക്തിയെ അറിയാമെന്ന് പറയുന്നതിൽ എന്തുള്ളൂ, സത്യമുള്ളൂ, വാസ്തവമുള്ളൂ. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, सहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ഇപ്പോൾ ഞാനൊരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ നിരാശയെയോ അസഹായാവസ്ഥയെയോ സങ്കടത്തെക്കുറിച്ചോ ഒന്നും ഞാൻ അറിയുന്നില്ല, നഹീം ജാനത്തെ തോ ഹം കുച്ച് നഹീം ജാനത്തെ, അങ്ങനെ ഞാൻ അയാളെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല, അയാളുടെ സങ്കടം, അയാളുടെ ദുഃഖം, അയാളുടെ നിരാശ, അയാളുടെ നിസ്സഹായത അവസ്ഥ, ഇതൊന്നും ഞാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ അയാളെ അറിയാമെന്ന് പറയുന്നത് തെറ്റാണ്. എനിക്ക് അയാളെ അറിയില്ല, അതാണ് അതിൻ്റെ വാസ്തവം. എനിക്ക് അയാളെ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇവിടെ കവി അങ്ങനെയാണ് പറയുന്നത്. സടക്ക് പർ ഘായൽ പടേ അപരിചിത വ്യക്തി കോ ദേഖ് കർ ക്യാ ഹം കഹ സക്തേ ഹൈ. ഒരു വഴി, നമ്മൾ നടന്നു പോകുന്ന റോഡരികിലോ അല്ലെങ്കിൽ വഴിയിലോ ഒരു വ്യക്തി മുറിവേറ്റ് കിടക്കുകയാണ്. അപ്പോൾ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം പറയുന്നത്? ദേഖ് കർ ക്യാ ഹം കഹ സക്തേ, നമ്മൾ എന്തായിരിക്കും പറയാൻ സാധ്യതയുള്ളത്? कि उसे हम नहीं जानते, അയാളെ എനിക്ക് അറിയില്ല. उसे हम नहीं जानते, എനിക്ക് അയാളെ അറിയില്ല. വാസ്തവത്തിൽ हम जानते हैं कि यह व्यक्ति मुसीबत में है, വാസ്തവത്തിൽ ആ വ്യക്തി എന്താണ്, അപകടത്തിലായിരിക്കും. മുസീബത്ത്, ഡേഞ്ചർ സോൺ അല്ലേ, ഡേഞ്ചർ സിറ്റുവേഷനിലായിരിക്കും, അപകടത്തിലായിരിക്കും. और इसे हमारी मदद की ज़रूरत है, അതുപോലെ അയാൾക്ക് നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്, ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. മദത് ക്യാ ഹെ, മദത് മാനെ ഹെൽപ്പ്, നമ്മുടെ സഹായത്തിൻ്റെ ആവശ്യം ആ വ്യക്തിക്ക് ഉണ്ട്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്കെ തരഹ് ജാനനെ കി യാദ് ദിലാത്തി ഹെ. ഈ കവിതയിൽ കവി പറയുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ അറിയണം. അതായത് മനുഷ്യത്വത്തോടു കൂടി ഒരാളെ സമീപിച്ച് അയാളുടെ ദുഃഖങ്ങളും അയാളുടെ വിഷമങ്ങളും അയാളുടെ നിരാശകളും ഒക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കണമെന്നാണ് കവി ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്വാദനം പറയുന്നത് നരേഷ് സക്സേന പറയുന്നത്, അദ്ദേഹം ഈ കവിതയിൽ ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു കാര്യം വലിയൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ അറിയണമെന്നാണ് നരേഷ് സക്സേന പറയുന്നത്. കവിത लगातार नहीं जानते और जानते का बयान करती जाती है, शिल्पी की इस बारीकी कारीगरी को देखें. कविता लगातार नहीं जानते और जानते का बयान करती जाती है, शिल्प की इस बारीक कारीगरी को देखें. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കവിതയിലുടനീളം മുഴുനീളം നമ്മൾ എന്ത് ചെയ്യുന്നു, അറിയാം. നഹീം ജാൻതെ, എനിക്കറിയില്ല, ജാൻതെ അറിയാം എന്നുള്ള രണ്ട് വാക്കുകൾ കൂടുതലായിട്ട് വിവരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട് ഈ കവിതയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ശില്പഭംഗിയെക്കുറിച്ച് നമുക്കിനി നോക്കാമെന്നാണ് കവി ഇവിടെ പറഞ്ഞതിൻ്റെ ഭാഷയും അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था. വഹ് മുझे नहीं जानता था, അവൻ എന്നെ അറിയുമായിരുന്നില്ല. വഹ് മുझे नहीं जानता, അവൻ എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഠാനെ കോ ജാൻതാ था, എൻ്റെ കൈനീട്ടൽ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ नहीं जानते थे, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന जानते थे, പക്ഷെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നഹീം ജാന്ന, ഇതെനിക്ക് അറിയില്ല. ഓർ ജാന്ന, അറിയാം. കവിതാ മേ കിസി ലോകഗീത് കെ സ്ഥായി കി തരഹ് ബാർ ബാർ ലൗട്ടാ ഹെ. അപ്പം ഇതെല്ലാം, ഈ പറയുന്ന വാക്കുകളെല്ലാം കവിതയിൽ ഉടനീളം തന്നെ കവി പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാവ്യ ഭംഗി, അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയും ശില്പ സൗന്ദര്യവും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इसी खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗീതാത്മകതയും അദ്ദേഹത്തിൻ്റെ ഈ വരികളിലുള്ള ഒരു ഗീതാത്മകതയും ഒന്നും തന്നെ ഒരു കവിതയിലും അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. യാദ് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ നമ്മുടെ വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്ന കവി ഈ കവിതയെ രചിച്ചിട്ടുള്ളത്. എന്താണ് കവിതയുടെ പേര്? ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്ന കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ശില്പഭംഗി പോലും ഇവിടെ എടുത്തു പറയുന്നു. വഹ് മുझे नहीं जानता था लेकिन मेरा हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे.
लेकिन साथ साथ चलने में जानते थे। नहीं जानता और जानता, ये सब किसी लोकगीत की तरह स्थाई की तरह बार बार लौटता था। तो उसके बाद जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। ഈ കവിത വായിച്ച് തീർക്കുമ്പം നമുക്ക് മനസ്സിലാവും, അതായത് കവി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ ജാൻതേ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആ പരമ്പരാഗതമായ രീതിയിലുള്ള പറച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വായിക്കുന്ന ആൾക്കാർ എനിക്കറിയാം ജാൻതേ ധേ എന്ന് നമ്മൾ പറയണം. ജാൻതേ എന്ന് നമ്മൾ പറയണം. എങ്ങനെ പറയണം? ഒരാളെ മനസ്സിലാക്കിക്കൊണ്ട്. എങ്ങനെ മനസ്സിലാക്കണം? അയാളുടെ ഹതാശ, നിരാശ, അയാളുടെ അസഹായത, ये सब हमें जानना चाहिए. ഇതെല്ലാം വായിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ വ്യക്തി എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയേണ്ടതായിട്ടുള്ളത്. यह कविता जानना शब्द के रूढ़ीकृत अर्थ को पूरी तरह से बदल देती है. ഈ കവിതയിൽ ജാന എന്ന് പറയുന്ന ശബ്ദത്തെ പണ്ട് പുരാതന കാലം മുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു അർത്ഥം മാറ്റിയിട്ട് അതിന് പുതിയൊരു അർത്ഥം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികൾ തന്നെ അദ്ദേഹം ഈ കവിതയുടെ ആശയം പൂർണ്ണമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശേഷ पंक्तियां उसी कहे गए को और सखन और गहरा करती है. ബാക്കിയുള്ള വരികളെല്ലാം തന്നെ ഇതിൻ്റെ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. കവിത കാ സന്ദേശ് ഹേ കി ദോ മനുഷ്യോं के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. ഈ കവിതയിൽ അദ്ദേഹം നമ്മുടെ വിനോദ് കുമാർ ശുക്ല നൽകുന്ന സന്ദേശം ഇതാണ്. ദോ മനുഷ്യോं के बीच, 2 മനുഷ്യന്മാരുടെ ഇടയ്ക്ക് എന്ത് വേണം? മനുഷ്യതാക്ക എഹസാസ്, മനുഷ്യത്വം എന്ന് പറയുന്നത് ഉണ്ടാവണം. അതിൻ്റെ തോന്നലുണ്ടാവും. മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ തോന്നലുണ്ടാകണം. യാനി മാനവീയ സംവേദന ഹോനാസിർ, അതുപോലെ തന്നെ പരസ്പരം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാൻ കഴിയണം. ഒരാളുടെ സങ്കടം മറ്റൊരാൾക്കും, മറ്റൊരാളുടെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മനസ്സിലുണ്ടായാലും ശരി അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ കഴിയണമെന്നാണ് പറയുന്നത്. ജാൻകാരിയാം ജറൂരി നഹി ഹേ, ഒരാളെ കുറിച്ചുള്ള ബാഹ്യമായിട്ടുള്ള അറിവുകളൊന്നും തന്നെ പ്രധാനമല്ല. അയാൾ വെളുത്തതാണോ, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇരിക്കുന്നു, അയാൾ എവിടെ വർക്ക് ചെയ്യുന്നു, അതൊന്നും അല്ല നമുക്ക് പ്രധാനമായി അറിയേണ്ടത്. പിന്നെയോ നമുക്കറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ദുഃഖമുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും നിരാശയുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും നിസ്സഹായ അവസ്ഥയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അറിയുന്നുള്ളൂ. അതാണ് സത്യം. किंतु यह संदेश कविता में उपदेश की तरह नहीं आता. പക്ഷേ ഈ ഒരു സന്ദേശം കവിതയിൽ ഉപദേശമായിട്ടല്ല അദ്ദേഹം കൊടുക്കുന്നത്, ഉപദേശമായിട്ടല്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ ഇത് ഗ്രഹിക്കേണ്ട കാര്യമാണ്. ഈ കവിത വായിക്കുമ്പോൾ നമ്മൾ തന്നെ ഗ്രഹിച്ച് എടുക്കേണ്ട കാര്യമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. നമ്മളൊരു മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ബാഹ്യമായ ഒരു കാര്യങ്ങളിലുമല്ല, ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ ഒരാളെ സഹായിക്കാനും മനസ്സിലാക്കാനും ചെയ്യേണ്ടത്. ഇതാണ് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയിൽ നരേഷ് സക്സേന എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തി നടത്തിയ ആസ്വാദനം, യാ ടിപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ച് നോക്കുക. എന്തെങ്കിലും कोई प्रॉब्लम कोई डाउट है तो पूछना, तो बाकी हम दूसरे क्लास में पढ़ेंगे. धन्यवाद.